നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സിനഡ് എടുത്ത തീരുമാനം തെറ്റാണെന്ന് ഇന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. നിങ്ങൾക്ക് എക്സെപ്ഷൻ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ പ്രപ്പോസൽ വെച്ചോ, ഞാൻ സിനഡിൽ വയ്ക്കാം. അവരാരും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ, കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്, ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. വിളിക്കുന്നത് മുഴുവനും എന്നെ ഉപദേശിക്കാനാണ്. എനിക്ക് ഉപദേശം കേൾക്കുന്ന ഇഷ്ടമാണ്. ലോകം മുഴുവൻ ഓടി നടന്ന് ഉപദേശിച്ചുകൊണ്ട് കിടക്കണ മനുഷ്യരാണ് ഈ പറയണതെന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, ഇത്രയൊക്കെ ആയിട്ടും, അതായത് വത്തിക്കാനിലെ പ്രതിനിധികൾ പലതവണ ഇവിടെ വന്നു, ചർച്ച നടത്തി, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, അവർ അന്വേഷണ കമ്മീഷൻ വെച്ചു, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇതിൽ കൃത്യമായി ഇടപെടാൻ പറ്റാത്തത്? അതിന് ബേസിക്കലി ഉള്ളൊരു പ്രോബ്ലം എന്താണ്? വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം വത്തിക്കാന് കാനോനികമായ കുറേ ഇംപെഡിമെന്റ്സ് ഉണ്ട്, കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഈ കാനൺ ലോ എന്ന് പറയുന്നത് വത്തിക്കാൻ്റെ ഒരു വേദപുസ്തകമാണ്, ബൈബിളൊന്നുമല്ല. കാനൺ ലോ ആണ് ഇപ്പോഴത്തെ വേദപുസ്തകം, മനസ്സിലായി? ഈ കാനൺ ലോ പ്രകാരം ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നം എന്താണ്? സീറോ മലബാർ സഭ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്ന് പറയുന്ന സഭ, ആ സഭ ഒരു സൂയി യൂറിസ് ചർച്ചാണ്, ഒരു സ്വതന്ത്ര സഭയാണ്. ആ സഭയുടെ ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് പറയുന്നത് സിനഡാണ്. അപ്പൊ സിനഡ് ഹാസ് പാസ്ഡ് എ ലോ, ദാറ്റ് ബിക്കംസ് എ ലോ. അതൊരു നിയമമായി. ആ നിയമത്തിനെതിരായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അവരുടെ മുമ്പിലുള്ള വലിയൊരു പ്രശ്നമാണ്, മനസ്സിലായി? ആ നിയമത്തിനെതിരായി ചെയ്യാവുന്ന ഡിസ്പെൻസേഷൻ കൊടുക്കാവുന്നതും അങ്ങനത്തെ കുറേ മാർഗങ്ങൾ കാനൺ ലോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാനൺ ലോയിൽ ഇതിനെയൊക്കെ, ഈ സിറ്റുവേഷനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒത്തിരി നിയമങ്ങൾ കാനൺ ലോയുടെ അകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ആ നിയമങ്ങൾ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇവിടുത്തെ സിനഡ് സമ്മതിക്കണം. അല്ല, സിനഡ് തെറ്റായ തീരുമാനങ്ങൾ എടുത്താലും അതിന് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഒരു അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ്. സിനഡ് എടുത്ത തീരുമാനം തെറ്റാണെന്ന് ഇന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. തെറ്റാണെന്ന് മാത്രമല്ല, സിനഡിന്റെ പോലും നിയമങ്ങൾ പാലിക്കാതെ, അതായത് മഹാഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, എനിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ. അപ്പൊ സിനഡിനകത്തുള്ള ഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് പോക്രത്വം കാണിക്കുന്നു, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഭൂരിപക്ഷം നമ്മുടെ കയ്യിലാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, ഈ ഭൂമി കുംഭകോണം ഉണ്ടായി, അല്ല, അവിടെതാണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം. ആ ഭൂമി കുംഭകോണം പോലും ആത്യന്തികമായി ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിരുന്നു. അതായത് ഞങ്ങൾ ഈ ആസ്ഥാനം മാറ്റലും ഇത് മാറ്റലും ഒക്കെ ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്കായിരുന്നു എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയാം. ആ ഭൂമി കുംഭകോണം ഉണ്ടായതിൻ്റെ അവസാനം വത്തിക്കാൻ പറഞ്ഞു, കർദിനാളിന് എഴുതിയ കത്തിൽ പറഞ്ഞു, നിങ്ങൾ റെസ്റ്റിറ്റ്യൂഷൻ നടത്തണം. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കലല്ല. തിയോളജിയിൽ അങ്ങനെയല്ല. തിയോളജിയിൽ നിങ്ങൾ റെസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ്. മനസ്സിലായി? നഷ്ടപരിഹാരം കൊടുക്കലല്ല റെസ്റ്റിറ്റ്യൂഷൻ, പ്രായശ്ചിത്തമാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ US-ലും ജർമ്മനിയിലും ഒക്കെ ഉള്ള കുറേ അച്ഛന്മാർ ബാലപീഡനം നടത്തിയതിന്റെ പേരിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. പള്ളി വിറ്റു, കത്തീഡ്രൽ വിറ്റു, മൊണാസ്ട്രി വിറ്റൊക്കെയാണ് ഈ കോമ്പൻസേഷൻ കൊടുത്തത്, നഷ്ടപരിഹാരമാണ്. ആ കോമ്പൻസേഷനെ നഷ്ടപരിഹാരമായിട്ടല്ല സഭ കാണുന്നത്. പള്ളി വിറ്റുകൊണ്ടും അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് സഭ കാണുന്നത് അതിനെ പ്രായശ്ചിത്തമായിട്ടാണ്. വി ഹാവ് ഡൺ എ വെരി ബിഗ് മിസ്റ്റേക്ക് ആൻഡ് വി ഹാവ് ടു ഡു എ പെനൻസ് ഫോർ ദാറ്റ്. ഇതാണ് ആ ഒരു സഭ കാണുന്നത്. അപ്പോൾ സഭ ഇതിനെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ് കാണുന്നത്, മനസ്സിലായി? അതേപോലെ പ്രായശ്ചിത്തം ചെയ്യാനാണ് കർദിനാളിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പ്രായശ്ചിത്തം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർദിനാളിന് മേൽക്കൈയുണ്ട് സിനഡിൽ. അപ്പോൾ സിനഡ് കൂടിയിട്ട് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചത്, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച കോട്ടപ്പടി ഭൂമി ഇപ്പൊ വീണ്ടും വിറ്റാൽ കൂടുതൽ ലാഭം കിട്ടും. അതായത് അന്ന് കാശ് കൊടുത്ത് മേടിച്ചാണ്, അന്ന് ഞങ്ങൾ 15 കോടി രൂപയുടെ അടുത്ത് കണ്ട് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പൊ അതിപ്പോൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടും. ആ പൈസയെ നിങ്ങൾ പ്രായശ്ചിത്തമായി കണക്ക് കൂട്ടിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാലും അതായത് നമ്മൾ മേടിച്ച ഭൂമി നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം നിങ്ങൾ എൻ്റെ പ്രായശ്ചിത്തമായിട്ട് കരുതിക്കോ
എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ചു. അങ്ങനെ പറയുന്ന ഒരു സിനഡാണത്. റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തുന്ന പോലെയുള്ള ഒരു അതേപോലെ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സിനഡാണിത്. അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് നിർത്തി. മനസ്സിലായി? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഇപ്പോ നിങ്ങളിങ്ങനെ ആലോചിക്കണം, ഒരു 92 ഈ സഭയുണ്ടാകുന്നത്. ആ സഭയുണ്ടാകുമ്പോൾ ഈ സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് പടിയറ പിതാവും ഒരു പേപ്പർ ഡെലിഗേറ്റ് ആയിട്ട് ആ സമയത്ത് കാട്ടുമന പിതാവും. കാട്ടുമന പിതാവിന് മേജർ ആർച്ച് ബിഷപ്പിന്റെ മിക്കവാറും എല്ലാം പവറും കൊടുത്തിട്ടുണ്ട്. സിനഡ് കൺവീൻ ചെയ്യാൻ, സിനഡിൽ അധ്യക്ഷത വഹിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കാട്ടുമന പിതാവിന് അധികാരമുണ്ട്. ഈ 92 അവസാനത്തിൽ ഡിസംബർ മാസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സഭ ഒറ്റ കൊല്ലം കൊണ്ട് 94 മൗണ്ട് സെന്റ് തോമസ് മേടിച്ചു. മനസ്സിലായി? മൗണ്ട് സെന്റ് തോമസ് മേടിച്ചു. 10-22 ഏക്കർ ഭൂമി മൗണ്ട് സെന്റ് തോമസ് മേടിച്ചു. അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അല്ലാതെ വേറെ ഒരു രൂപതയ്ക്ക് കാശെടുക്കാൻ പോലും ഇല്ല. മനസ്സിലായി? മൗണ്ട് സെന്റ് തോമസിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ മഹാഭൂരിഭാഗവും ഈ അതിരൂപതയുടെ എറണാകുളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റാണ്. മനസ്സിലായി? ഇന്ന് അവരവിടെ കത്തീഡ്രൽ പണിയാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭൂമി കൂടി സ്വന്തമാക്കുകയാണ്. ആ ഭൂമി ഇതുവരെ അവരുടെ അല്ല. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനാണ് അവിടെ പാർക്കുന്നത്. അപ്പൊ ഇതുവരെ ആ ഭൂമി എറണാകുളം അങ്കമാലി അതിരൂപതയുടെയാണ്. അല്ലേ? ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ കൻ ദേ ഹാവ് ദ ഓണർഷിപ്പ് ഓഫ് ദാറ്റ്? വളരെ കുൽസിതമായ മാർഗത്തിലൂടെ പിടിച്ചെടുക്കുന്നതാണ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിസങ്കീർണവും കുൽസിതവുമായ ഒരു ദുർബുദ്ധിയുടെ ഒരു എക്സിക്യൂഷനാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചെടുക്കലാണ്. അല്ല, ഒരു ഭാഗത്ത് പിടിച്ചെടുക്കൽ നടക്കുന്നു, മറുഭാഗത്ത് ഈ 300-ഓളം വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ തന്നെയല്ലേ പോകുന്നത്? വളരെ വ്യക്തമായിട്ട് അവർ പ്ലാൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഇനി ഞങ്ങൾ ഈ സീറോ മലബാർ സഭയോടൊപ്പം അല്ലെങ്കിൽ ഇതിന്റെ കീഴിൽ നിന്ന് പോകുന്നതിനകത്ത് അർത്ഥമില്ല എന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളെ ഒരു സെപ്പറേറ്റ് സഭയായി, ഒരു മെത്രാപ്പൊലീത്തൻ സഭയായി, ഒരു മെത്രാപ്പൊലീത്തൻ മാത്രമുള്ള സഭകൾ ഇഷ്ടം പോലെ ഈ 23 സഭകൾക്കകത്തുണ്ട്. അതേപോലെ ഞങ്ങളെ ഒരു മെത്രാപ്പൊലീത്തൻ സഭയായി അംഗീകരിക്കണം എന്നൊരാവശ്യമാണ് ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ അടുത്ത്, റാഫേൽ തട്ടിൽ പിതാവിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വെച്ചത്. ഞങ്ങളുടെ 5 അച്ഛന്മാരാണ് അദ്ദേഹമായിട്ട് പോയി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറെ കാനൂനിക പ്രശ്നങ്ങൾ ഒഴിവാകും, ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു. പുള്ളിയുടെ കൈനാപദ്ധത്തി ഇനിയിപ്പോ നാളെ പുള്ളി ഒരു ബേസിക് ആയ സ്വഭാവം അനുസരിച്ച് നാളെ പുള്ളി മാറ്റി പറയുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ മേജർ ആർച്ച് ബിഷപ്പാണ് 3 ഫൊറോന വികാരിമാരും 2 വൈദിക പ്രതിനിധികളും അടങ്ങിയ 5-അംഗ സംഘത്തിന്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം രാത്രി 9:30 മണി മുതൽ 11:30 മണി വരെ, രാത്രി 11:30 മണി വരെ ഇരുന്ന് നടത്തിയ ചർച്ചയിൽ മേജർ ആർച്ച് ബിഷപ്പാണ് പറഞ്ഞത്, വി ആർ റെഡി ടു സപ്പോർട്ട് യു ഫോർ ബിക്കമിങ് ആൻ ഇൻഡിപെൻഡന്റ് മെട്രോപൊളിറ്റൻ ചർച്ച് എന്ന് പറഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പാണ്. അത് ഈ 5 അച്ഛന്മാരും കേട്ടുകൊണ്ടിരിക്കുക. ഇനി അദ്ദേഹം അതിൽ നിന്ന് മാറിപ്പോവോ പുറന്തിരിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബേസിക്കലി ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ സിനഡ് ഒരു തീരുമാനം എടുത്തു പോയി, നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയും? അദ്ദേഹം അന്ന് അവരോട് സംസാരിച്ചതനുസരിച്ച് അദ്ദേഹം പറയുന്നത്, സിനഡ് ഒരു തീരുമാനം എടുത്തു പോയി, ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു എക്സെപ്ഷനും തരാൻ പറ്റൂല. അപ്പൊ എക്സെപ്ഷൻ കൊടുക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ പിതാവേ, പിന്നെ എന്താണ് എക്സെപ്ഷൻ തരാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയണത്, ബാക്കി എല്ലാ രൂപതകളിലുള്ളവരും വീണ്ടും എക്സെപ്ഷൻ ചോദിക്കുമെന്നാണ്. അതായത് അവരാരും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. മനസ്സിലായോ? അപ്പൊ പുള്ളി തന്നെ പറയുന്നത്, പകുതിയിലേറെ രൂപതകളിലും നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതായത് ആകെയുള്ള 35-ൽ പകുതിയിലേറെ രൂപതകളിലും എക്സെപ്ഷൻ ചോദിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഇവർ ഈ ബാക്കിയുള്ള എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയുന്ന സ്ഥാനത്ത് അവിടെ ആർക്കും ഇത് താല്പര്യമില്ലാതെയാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതെന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ സഭയാകെ പ്രശ്നമാവും. നിങ്ങൾക്ക് എക്സെപ്ഷൻ തന്നാൽ സഭയാകെ പ്രശ്നമാവും.
അപ്പോഴാണ് നമ്മുടെ അച്ഛന്മാർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ മുമ്പ് വേറെ ഓപ്ഷനില്ല, ഞങ്ങൾക്ക് പുറത്ത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, മറ്റവർക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾ വേറെ സഭയാണ്, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, മനസ്സിലായി, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. നിങ്ങളൊരു പുതിയ മെത്രാപ്പോലിത്തൻ സഭയാകാനുള്ള പ്രപ്പോസൽ എന്നാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു, മനസ്സിലായി. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പൊ മേജർ ആർച്ച് ബിഷപ്പിന്റെ അന്നത്തെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിനുള്ള ഒരു മൃഗീയ ഭൂരിപക്ഷത്തിന്റെ മേൽ വല്ലാതെ ആഹ്ലാദിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മേജർ ആർച്ച് ബിഷപ്പ്. മേജർ ആർച്ച് ബിഷപ്പ് പറയാം, നിങ്ങൾക്ക് എക്സെപ്ഷൻ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ പ്രപ്പോസൽ വെച്ചോ, ഞാൻ സിനഡിൽ വയ്ക്കാം, നിങ്ങൾക്ക് കൂടി വന്നാൽ 8 വോട്ട് കിട്ടും. എത്ര ചീപ്പായിട്ടാണ് സംസാരിക്കുക. നിങ്ങൾക്ക് കൂടി വന്നാൽ 8 വോട്ട് കിട്ടും, മുഴുവൻ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ ചുമ്മാ എടുത്ത് കളയും. ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഒരു ഒരു ദുർചിന്തയോടുകൂടി ദുരുപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഒരു മേജർ ആർച്ച് ബിഷപ്പിൽ നിന്ന് കേൾക്കാൻ കൊള്ളാവുന്ന വർത്തമാനമല്ല. സിനഡിന്റെ ഭൂരിപക്ഷം ഒരിക്കലും അങ്ങനെയല്ല. സിനഡ് എന്ന് പറഞ്ഞാൽ മറ്റ് സംവിധാനങ്ങളെ പോലെ അല്ല. എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ സ്വന്തം ഭൂരിപക്ഷത്തിൽ വല്ലാതെ അഹങ്കരിച്ച് സംസാരിക്കുന്നത് പോലെ ഒരു സഭയുടെ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ചീപ്പായി പോവുകയാണ് അദ്ദേഹം തന്നെ. ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിട്ട് 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഈ 3 മാസത്തിനിടയിൽ തന്നെ ഒരു പിതാവിനെ ഒരിക്കലും അഭിമുഖീകരിക്കാൻ പറ്റാത്തത് അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെ പലതരത്തിൽ വാക്കുകൾ പറയുന്നു, പിന്നീട് മാറ്റി പറയുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി ഇതിന്റെ വിവാദങ്ങൾ കുറച്ചും കൂടി സ്പീഡിലേക്ക് പോകല്ലേ ചെയ്തു? ഈ വിവാദങ്ങൾ സ്പീഡിലേക്ക് പോകുന്നു എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് ഒന്നാമത്തെ കാര്യം, ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ ഓരോ വിഷയത്തെയും ആത്മാർത്ഥതയോടുകൂടി കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പഠിക്കാനും തയ്യാറാണ്. ഒരു വിഷയത്തെ നമ്മൾ പഠിക്കുന്നു, വിഷയത്തെ നമ്മൾ ആത്മാർത്ഥമായി കാണുന്നു. എന്താണ് അപ്പുറത്തെ ആളുകളുടെ പ്രശ്നം, അവരുടെ ആളുകളുടെ പ്രശ്നം നമ്മുടെ ഇതിനകത്തു കൂടി ചേർത്ത് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്താഗതിയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കൂ. അതേസമയം ഒന്നും പഠിക്കാതെ അദ്ദേഹം തന്നെ ഒരു പ്രസംഗത്തിൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ഞാൻ ഈയിടെയായിട്ട് മൊബൈൽ ഉപയോഗിക്കാറില്ല, മൊബൈൽ മുഴുവൻ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തേക്കാണ്. അപ്പൊ സെക്രട്ടറി വന്ന് പറയും മൊബൈലിൽ ഒത്തിരി പേര് വിളിക്കാറുണ്ടെന്ന് പറയും. വിളിക്കുന്നത് മുഴുവനും എന്നെ ഉപദേശിക്കാനാണ്, എനിക്ക് ഉപദേശം കേൾക്കുന്ന ഇഷ്ടമല്ല. ഏത് ലോകം മുഴുവൻ ഓടി നടന്ന് ഉപദേശിച്ചുകൊണ്ട് കിടക്കണ മനുഷ്യരാണ് ഈ പറയണേന്ന് ഓർക്കണം. നിങ്ങൾ ഇത് ആലോചിച്ചോ, നാടായ നാട് മുഴുവനും കിട്ടിയ വേദികളിൽ മുഴുവനും വലിയ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയാണ് എനിക്ക് ഉപദേശം കേൾക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സീനിയർ ബിഷപ്പുമാർ, അദ്ദേഹത്തിന്റെ സീനിയർ പ്രീസ്, അദ്ദേഹത്തിന്റെ ഗുരുതുല്യരായ മനുഷ്യർ ഒക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. താല്പര്യമില്ല. അതായത് ഈ മൃഗീയമായ ഈ ഭൂരിപക്ഷത്തിൽ ആനന്ദം കണ്ടെത്തി രമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയാം. ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിലുള്ളൊരു നിലപാടെടുത്തതായി ഇന്നുവരെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മുമ്പിൽ ഇല്ല, ഒന്നിനെ കുറിച്ച് ഒരു നിലപാടില്ല. അപ്പോ എന്താണ് അദ്ദേഹം എന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ്? ആ സീറ്റിന് യോഗ്യനല്ലാത്ത ഒരാളെ സീറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയ ഈ രാജ്യം നശിക്കാൻ പോകുമ്പോൾ ഏറ്റവും മോശം ഭരണാധികാരി വരും എന്ന് പറയാം. അതെ, സഭ നശിക്കാൻ പോകുമ്പോൾ സഭയ്ക്ക് ഏറ്റവും മോശം ഭരണാധികാരികൾ അല്ലെങ്കിൽ തലപ്പത്തരത്തിലുള്ള ആളുകൾ വരും എന്നാണ് എന്ന് പറയും. യഥാർത്ഥം അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കും. ഏതാണ്ട് ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് കാര്യം. അതായത് സഭ നശിക്കാറായിരിക്കുന്ന ഒരവസ്ഥയിൽ സഭയെക്കുറിച്ച് ചിന്തയില്ലാത്ത, ക്രിസ്തുവിനെ കുറിച്ച് ചിന്തയില്ലാത്ത, ബൈബിളിനെ കുറിച്ച് ചിന്തയില്ലാത്ത, ഒരു വിഷയത്തോടും ആത്മാർത്ഥതയില്ലാത്ത ഒരു എന്താണ് പറയുന്നത്, നാമമാത്രമായി മാത്രം, പെരിഫറലായി മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ അധ്യക്ഷനായി കിട്ടി എന്നുള്ളിടത്ത് നമുക്ക് വലിയൊരു അപകടമുണ്ട്. അദ്ദേഹം ഇങ്ങനത്തെ ഒരാളാണെന്ന് നേരത്തെയൊക്കെ അറിയാമായിരുന്നെങ്കിലും
ഈ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം കുറെ കൂടി ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുമെന്നും തീരുമാനങ്ങൾ പക്വതയോടെ എടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പോയ കുറെ മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളായ വൈദികർ, സീനിയർ വൈദികർ, ഗുരുതുല്യരായ വൈദികർ, അങ്ങനെയുള്ള ആളുകൾ അടക്കം ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാരോഹണം കഴിഞ്ഞ ആദ്യത്തെ ഒരു 4-5 ദിവസങ്ങളോളം അവരിൽ പലരും എന്നെ അടക്കമുള്ളവരെ ഫോൺ ചെയ്തു. ഇവിടുത്തെ കുറെ അച്ഛന്മാരെയൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എന്നെയും ഫോൺ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞത്, ഞങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹം പ്രശ്നങ്ങൾ പഠിച്ച് കുറെ കൂടി ആത്മാർത്ഥതയോടെ തീരുമാനങ്ങൾ എടുക്കും, അതുകൊണ്ട് നിങ്ങളുടെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് ഞങ്ങളെ ഉപദേശിച്ചവരുണ്ട്. ഞങ്ങൾ ആ ഉപദേശം കേട്ടു. പക്ഷെ ഈ മനുഷ്യന് ഒരു ഉപദേശവും കേൾക്കാൻ തയ്യാറില്ലാത്ത ആളാണെന്ന് അവർക്കറിയില്ലല്ലോ. അവരുടെ ധാരണ അവരുടെ സുഹൃത്താണ്. അപ്പൊ സുഹൃത്തുക്കൾ വിളിച്ച് ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം മൊബൈൽ പോലും ഉപേക്ഷിച്ച, അതായത് എനിക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ധാർഷ്ട്യമുള്ള ഒരു ഭരണാധികാരിയാണ് മാർ റാഫേൽ തട്ട്. മനസ്സിലായോ? ഗുരുതുല്യരായ വൈദികർ വരെ വിളിക്കുന്നു, എനിക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലെന്ന് പരസ്യമായി സ്റ്റേജിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, തൃശ്ശൂർ നടന്ന ഒരു പരിപാടിയുടെ അകത്ത് സ്റ്റേജിൽ വെച്ച് ഗുരുതുല്യരായ വൈദികരെ മുന്നിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മൊബൈൽ കൊണ്ടുനടക്കില്ല. എന്തുമാത്രം ധാർഷ്ട്യം! തലക്കനം തലയ്ക്ക് പിടിച്ചു എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ലക്ഷക്കണക്കിന് വിശ്വാസികളോടുള്ള ശരിക്കും അവഹേളനം കൂടിയല്ലേ അത്? 100%, ഒരു സംശയവും. വിശ്വാസികളോടുള്ള കൃത്യമായ അവഹേളനമാണ്. അത് ഇനി മാറാനായിട്ട് വേറെ മാർഗമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനോട് ഒറ്റ വഴിയേ ഉള്ളൂ, സഭ രണ്ടാവുക. എറണാകുളം സഭ രണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന വലിയ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, പല സഭകളും രണ്ടായതിനു ശേഷം ഉണ്ടായ നിയമപ്രശ്നങ്ങൾ, അധികാര തർക്കങ്ങൾ, എത്രയോ വർഷങ്ങളായിട്ട് ഈ അവകാശ തർക്കങ്ങളും കോടതിയും ഒക്കെ ആയിട്ട് കയറിക്കൊണ്ടാണ്. അത്തരം ഒരു വിഷയത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഒരു വിഷയത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമെന്നും അങ്ങനെ ഉണ്ടായാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളൊരു ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഞങ്ങൾ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഇപ്പൊ ഇവര് പറയുന്നത് പോലെ ഒരു മത കോടതി സ്ഥാപിച്ച് ഇവരെ അച്ഛന്മാരെ വിചാരണ ചെയ്ത് വിധിക്കാനൊക്കെയാണ് അവർ പരിപാടി ഇടുന്നതെങ്കിലും 200-300 അച്ഛന്മാരെയൊക്കെ വിചാരണ ചെയ്ത് പുറത്താക്കുകയൊക്കെ ചെയ്ത സഭയ്ക്ക് അല്ല, അവര് എന്ത് ചെയ്താലും അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അതിന് ഞങ്ങൾക്ക് കൗണ്ടറായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് എന്താണ് ഇതിന് മരുന്നുള്ളത്, മാർഗങ്ങളുള്ളത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിലുള്ളവരെല്ലാവരും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വലിയ കാനൻ നിയമ വിദഗ്ധരുമായി ആലോചിക്കുകയും പഠിക്കുകയും സിവിൽ നിയമ വിദഗ്ധരുമായി ആലോചിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളൊരു പ്രസ്താവന ഇറക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കാലത്തിനിടയിൽ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയെങ്കിലും യോജിച്ചു പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിയിരുന്നത്. നമ്മൾ ഈ 5 ചർച്ചകളിലും എല്ലാം ഓരോ ചർച്ചകൾ കഴിയുമ്പോഴും ഞങ്ങൾ ഓരോ വിട്ടുവീഴ്ചകൾ ചെയ്തു. അപ്പൊ എല്ലാ വിട്ടുവീഴ്ചകളും അസ്ഥാനത്തായി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരമാവധി ഇതിനോട് ചേർന്ന് പോകാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അസ്തിത്വം, ഞങ്ങളുടെ ചരിത്രം, ഞങ്ങൾ ഈ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ, ഞങ്ങളുടെ ഭാഗഭാഗിത്വം, ഞങ്ങളുടെ നേതൃത്വം, അത് സകലതും തള്ളിപ്പറയുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അതുവരെ ഞങ്ങൾ ആരും ഇങ്ങനെ ഒരാവശ്യവും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. മനസ്സിലായോ? ഒരാവശ്യവും ഞങ്ങൾ ഉന്നയിച്ചു. ഇവിടെ 35 രൂപതകളുണ്ട്. എറണാകുളത്തിന് മാത്രം ഇപ്പോഴും ഒരു മെത്രാനില്ല. എറണാകുളത്ത് നിന്നുള്ള ഒരു മെത്രാൻ ഞങ്ങൾക്ക് ഇന്നുമില്ല. ഒന്നുകിൽ ചങ്ങനാശ്ശേരി ആയിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അല്ല, ആ മാറിക്കൊണ്ടിരിക്കണൊക്കെ പോട്ടെ. ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ 2 സഹായമെത്രാന്മാരുണ്ടായിരുന്നു. 2 സഹായം. ഈ 2 സഹായമെത്രാന്മാരെ ഇവർ രാത്രിക്ക് രാത്രി പുറത്താക്കി അല്ലേ? അവരെ പുറത്താക്കി വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം
ഇവിടെ വന്ന അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബിഷപ്പ് ആന്റണി കരിയിൽ എറണാകുളംകാരനായിരുന്നു. അതുകൊണ്ട് മാത്രം അയാളെ സാക്ക് ചെയ്തു. മനസ്സിലായോ? അതായത് എറണാകുളംകാരായ ഒരാളെ പോലും വാഴിക്കില്ല. ഈ മൗണ്ട് സെന്റ് തോമസിനകത്ത് എറണാകുളം അതിരൂപതയിലെ 4 or 5 വൈദികർ ജോലി ചെയ്തിരുന്നു വിവിധ പോസ്റ്റുകളിൽ. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സീറോ മലബാർ സഭയുടെ ഒരു പോസ്റ്റിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഒരു വൈദികനുമില്ല. വൈദികൻ പോട്ടെ, സീറോ മലബാർ സഭയുടെയോ CBCIയുടെയോ ഔദ്യോഗിക കമ്മിറ്റികളിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെ പോലും ഉൾപ്പെടുത്തൂല. വൈദികന്റെ കാര്യം ഒരു മെത്രാനെ ഉൾപ്പെടുത്തൂല. അത്രമാത്രം ശത്രുതയോടുകൂടിയാണ് ഇവർ നമ്മളെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളിലെ CBCIയുടെയും സീറോ മലബാർ സഭയുടെയും വിവിധ കമ്മീഷനുകളെയും വിവിധ സംവിധാനങ്ങളെയൊക്കെ എടുത്തു നോക്കുക. ഇപ്പം ഈ തട്ടിൽ പിതാവ് വന്ന പിന്നെയാണ് ഏതോ 1-2 കമ്മീഷനിൽ ഇവരെ 1-2 പേരെ ചേർത്തത്. അതുവരെ ഒരൊറ്റ കമ്മീഷനിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരാളെ അംഗമാക്കില്ല. അതായത് നിങ്ങളെ ഞങ്ങൾക്ക് കേൾക്കണ്ടെന്നാണ്. അപ്പോൾ സീറോ മലബാർ സഭ പണ്ടേ അത് വെട്ടിമുറിച്ചിരിക്കുന്നു. അവർ ഈ പേര് ഉപേക്ഷിച്ച് പുതിയ പേരുമായിട്ട് പോകാൻ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പേര് മതി. മനസ്സിലായി? നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോകും. ഞങ്ങളുടെ പഴമയിലേക്ക് തിരിച്ചു പോകും. ഞങ്ങൾക്ക് തോമസ് ലീഹയുടെ 1-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യം മതി. ഞങ്ങൾ ലത്തീൻ സഭയായിട്ടും കൽദായ സഭയായിട്ടും ഒക്കെ ചർച്ച ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങളൊരു ഇന്ത്യൻ സഭയാണെന്നാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കോളാം, ഞങ്ങളെ വിട്ടേരും. ഇതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള ഇത്രയും വിശ്വാസികൾ വിട്ടുപോകാന്ന് പറഞ്ഞത് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ നഷ്ടത്തെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതേ, മെത്രാന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളും വൈദികരും ഒന്നും അല്ല. അവർക്ക് വിശ്വാസികൾ പോയാൽ എന്താ പോട്ടെ, അത്രയും കുറഞ്ഞു കിട്ടി, അത്രയും കുറഞ്ഞു കിട്ടി. എതിർപ്പ് പറയുന്നു. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വിശ്വാസികൾ പോയാൽ പോട്ടെ, വൈദികർ പോയാൽ പോട്ടെ. അവർക്ക് എന്തിനാണ്? അവർ വിശ്വാസികളുടെ വൈദികരുടെ ക്ഷേമം അന്വേഷിക്കലൊന്നും അല്ല അവരുടെ ജോലി. അവർക്കൊരു പൊളിറ്റിക്കൽ അപ്പർ ഹാൻഡ് കിട്ടാവുന്ന ചില സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാവണം. അത് വളരെ കൃത്യമായി ഉപയോഗിക്കുന്നു. അതിനകത്ത് അപ്പുറത്തേക്കൊന്നും അവർക്ക് യാതൊരു താല്പര്യങ്ങളുമില്ല. മനസ്സിലായി? സീറോ മലബാർ സഭയിൽ 50 ലക്ഷം വിശ്വാസികളുണ്ടല്ലോ. സീറോ മലബങ്കര സഭയിൽ 5 ലക്ഷത്തിൽ താഴെ വിശ്വാസികളേ ഉള്ളൂ, 3 ലക്ഷം വിശ്വാസികളേ ഉള്ളൂ. ബാക്കിയുള്ള ഈ ഓറിയന്റൽ സഭകളിലെല്ലാം വളരെ ചെറിയ കുറച്ച് വിശ്വാസികളേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ അത്രയൊക്കെ മതി അവർക്ക്. അവർക്കിതൊരു വലിയ കാര്യമല്ല. മനസ്സിലായി? ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യം, 2000 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഫൊറോന പള്ളിയുടെ അത്രയും കുടുംബങ്ങൾ പോലും ഇല്ലാത്ത പള്ളികൾ, രൂപതകളുണ്ട്. ആ രൂപതയ്ക്കും മെത്രാനുണ്ട്. ഒരേ പവറാണ്. എത്രയോ ആൾക്കാരും. അപ്പൊ അതുകൊണ്ട് 5 ലക്ഷം പേര് പോയി എന്ന് വിചാരിച്ചാൽ അവർക്കിപ്പോ എന്താ? അവർക്കൊരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൗണ്ട് സെന്റ് തോമസ് സ്വന്തമാക്കാൻ പറ്റുന്നു, അധികാരം ഉറപ്പിക്കാൻ പറ്റും. അധികാരവും സ്വത്തും ഒക്കെ അധികാരവും സ്വത്തുമല്ലാതെ മറ്റൊന്നും അവർക്കൊരു പ്രശ്നമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ നീക്കം വളരെ കൃത്യമായി പോയി കഴിഞ്ഞാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു. കാരണം 2 കഴിഞ്ഞാൽ പിന്നെ പ്രശ്നപരിഹാരം അവസാനിക്കുന്നു. 100%. ജനാഭിമാന കുർബാന വീണ്ടും വളരെ കൃത്യമായ രീതിയിൽ പോകുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നു. അത് മാത്രമല്ല, there is a very big cultural difference. മനസ്സിലായി? ഈ 100% കൽദായവൽക്കരണം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന രീതിയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന രീതിയും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞങ്ങളുടെ ഇവിടെ എല്ലാ പള്ളികളിലും കൃത്യമായി പാരിഷ് കൗൺസിലുകൾ കൂടുകയും പൊതുയോഗം കൂടുകയും വൈദികരുമായി ഇഴുകിച്ചേർന്ന് വർക്ക് ചെയ്യും. അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഞങ്ങളുടെ. ഞങ്ങൾക്ക് അത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത്, വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഇപ്പൊ എത്ര സ്നേഹമുള്ള വൈദികനാണെങ്കിലും
ഇങ്ങനെ കാര്യം ചെയ്ത അച്ഛനാ ചെയ്ത് ശരിയായില്ലെന്ന് ചെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവമുള്ള ഒരു വിശ്വാസി സമൂഹമാണ് ഇവിടുത്തെ. അങ്ങനെയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത്. വലിയ തുറവിയോടുകൂടി വലിയ ചർച്ചകളിലൂടെ ആണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു വിശ്വാസി സമൂഹത്തിന് ദഹിക്കുന്ന കാര്യങ്ങളല്ല ഒരു കൽതായ കൾച്ചറിൽ വളർന്നു വന്നേക്കണം. അവർ അച്ഛനോട് മിണ്ടുക ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അപകടകരമായൊരു അവസ്ഥയിൽ അവർ ജീവിച്ചു പോകും. ഒരു മറയിൽ തന്നെയാണ് പോകുന്നത്. അവരൊരു മറയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് വൈദികരും വിശ്വാസികളും തമ്മിലൊന്നും അടുത്ത ബന്ധങ്ങളില്ല. പിന്നെ വൈദികൻ എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യാൻ വേണ്ടി, വൈദികരുടെ അവസ്ഥയും അവിടെ വളരെ പരിതാപകരമാണ്. മുകളിൽ നിന്നുള്ള പിന്നെ മെത്രാൻ കമാൻഡ് ചെയ്താൽ വൈദികൻ നിന്നിടത്ത് നിന്ന് മുട്ടുകാല് കൂട്ടി ഒരു പോലീസ് സിസ്റ്റമാണ്. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് അവർ വളർന്നത്. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയല്ല. ഞങ്ങളുടെ ഇവിടെ എറണാകുളത്തെ ബിഷപ്പ് ഹൗസിൽ ബിഷപ്പിന് ഇരിക്കാൻ പ്രത്യേകിച്ച് ഊട്ടുമുറിയിൽ കസേര ഉണ്ടായിരുന്നില്ല. ബിഷപ്പ് ബുഫേയിൽ പോയി എടുത്തുകൊണ്ട് വന്ന് അവിടുത്തെ സാധാരണ ഏതെങ്കിലും ഒരു കസേരയിലിടും. ഞങ്ങൾ അങ്ങനെ വളരെ ഇഴുകി ചേർന്ന് സ്വതന്ത്രമായി ജീവിച്ചിരുന്നതാണ്. അല്ലാതെ ബിഷപ്പിനിരിക്കാൻ പ്രത്യേകിച്ച് കസേര, പ്രത്യേകിച്ച് ഭക്ഷണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള തൊഴിലാളികൾക്ക് വരെ വയ്ക്കുന്ന ഭക്ഷണം, ബുഫേ ഭക്ഷണം, ഒറ്റ ഭക്ഷണം. ആ ഭക്ഷണം എല്ലാവരും പോയി എടുക്കുന്നു, അവിടെ വന്നിരുന്ന് കഴിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ റിന്യൂവൽ സെന്ററിൽ പോയി നോക്കുക, അവിടെ അച്ഛന്മാരുടെ മീറ്റിംഗ് ഉണ്ടായാലും അവിടെ ബുഫേ എടുത്ത് വയ്ക്കുന്നു, എല്ലാവരും വന്ന് കഴിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്, ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, ഞങ്ങളങ്ങനെ. അതുകൊണ്ടാണ് ഇവിടുത്തെ വൈദികരും മനുഷ്യരും തമ്മിൽ, വിശ്വാസികളും തമ്മിൽ ഇത്രയേറെ അടുപ്പമുള്ളത്. അല്ല, വൈദികർ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഓരോ വീടുകളിലൊക്കെ ചെന്ന് ക്ഷേമാന്വേഷിക്കുന്നൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം അത് ഒരു സഭയുടെ ഒരു കൂട്ടായ്മയ്ക്കൊക്കെ വലിയ ഗുണം ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത് പൂർണ്ണമായി മാറി ഇത് അധികാര സ്ഥാനങ്ങളിലേക്കായി മാറുന്നു. അതിന് പറയുന്നത് വൈദികർ നേരത്തെ നല്ല പാസ്റ്റർമാരായിരുന്നു. പാസ്റ്ററിങ് എന്ന് പറഞ്ഞ പരിപാടി. ഇപ്പോൾ മിക്കവാറും വൈദികർക്ക് പാസ്റ്ററിങ്ങിനുള്ള സമയമില്ല. കാരണം അവർക്കൊക്കെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ചുമതലകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ രാവിലത്തെ ആത്മീയ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്, ബാക്കി ഇത് ചെയ്യുന്നില്ല. അപ്പോൾ അവരുമായിട്ട് മിങ്കിള് ചെയ്യാനുള്ള വേദിയായിട്ടാണ് പിന്നീട് ഈ കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ മിക്കവാറും കുടുംബ യൂണിറ്റുകളിൽ ഇപ്പോൾ വൈദികർ വന്ന് പങ്കെടുക്കും. കാരണം അങ്ങനെ മാത്രമാണ് ഈ കുടുംബങ്ങളുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പേഴ്സണൽ ടച്ച് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിൽ പുതിയൊരു സഭയുണ്ടാവുന്നു എന്നൊക്കെ, അപ്പോൾ അതോടുകൂടി ഈ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ ഒരു സീറോ മലബാർ സഭ കൂടി സമ്മതിച്ചുകൊണ്ട് ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു പുതിയ മെത്രാപ്പൊലീത്തൻ സഭയായി നിലനിൽക്കാൻ അനുവദിച്ചാൽ സീറോ മലബാർ സഭ അതിൻ്റെ വഴിക്കും, എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന പുതിയ സഭ അതിൻ്റെ വഴിക്കും. ഈ കോൺഫ്ലിക്റ്റ് അവസാനിക്കും. കോൺഫ്ലിക്റ്റ് അവസാനിക്കുക മാത്രമല്ല, അവർക്ക് സമാധാനത്തോടു കൂടി സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ പറ്റും. സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടുണ്ടാവും. സഭ വളരും. രണ്ടുപേർക്കും അത് വലിയ, രണ്ടു കൂട്ടർക്കും അതൊരു വലിയ സമാധാനമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് സജഷൻ. പക്ഷേ ഈ മേജർ ആർച്ച് ബിഷപ്പിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേജർ ആർച്ച് ബിഷപ്പ് എപ്പോഴാണ് കാല് മാറണമെന്നൊന്നും പറയാൻ പറ്റൂലാത്തൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയാം, ഇനി വരും ദിവസങ്ങളിൽ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ ഇനി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.